ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹുബ്ലിയിലെ ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ ആണ്. 1.5 കിലോമീറ്ററാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഹൗറ ജംഗ്ഷൻ കൊൽക്കത്തയിലാണ്. 23 പ്ലാറ്റ്ഫോമുമായി വളരെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് ഇവിടം. ഇതിലെ ഏറ്റവും വലിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പുരട്ജി തലൈവർ ഡോക്ടർ M.G. രാമചന്ദ്രൻ എന്നാണ്. ഇത് തമിഴ്നാട്ടിലെ ചെന്നൈ സെൻട്രലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പേരുള്ള 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒന്ന് ഓഡി എന്ന റെയിൽവേ സ്റ്റേഷൻ, ഇത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. മറ്റൊന്ന് ഒറീസയിലെ IB റെയിൽവേ സ്റ്റേഷനാണ്. മുംബൈയിലെ വിക്ടോറിയ ടെർമിനസ് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് എന്ന പേരിൽ അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനും കൂടിയാണ്. ഇന്ത്യയിലെ 2 പേരുള്ള സ്റ്റേഷനുകൾ ഒരു സ്റ്റേഷൻ്റെ റെയിൽവേ ട്രാക്കിന് അപ്പുറവും സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ ഷിറാംപൂർ, ബേലാംപൂർ റെയിൽവേ സ്റ്റേഷനുകളാണ്. അതേപോലെ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 2 സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ നമുക്കുണ്ട്. ഭവാനി മണ്ഡി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കേരളത്തിലും. ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്നതാണ്. അപ്പോൾ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഹരക്പൂർ റെയിൽവേ സ്റ്റേഷൻ ആണ്. ഹരക്പൂർ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ ഏറ്റവും വലിയ 2ാമത്തെ റെയിൽവേ സ്റ്റേഷൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്നതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ്. 1,23,542 കിലോമീറ്റർ ട്രാക്കുകളാണ് നമുക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണിത്, കാശ്മീരിലെ ചെനാബ് പാലം.